അതെന്താ തർക്കം? ഒരു പാരഡി പാട്ട് താങ്ങാനുള്ള ആരോഗ്യം പോലും കേരളത്തിലെ CPM ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ എത്തി? ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇത്തരം പാരഡി ഗാനങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അത് വിരുദ്ധ കക്ഷികൾ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കും, മറ്റുള്ളവർ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കേൾക്കും, അത് രസിക്കും. അതിനപ്പുറത്ത് അതൊരു സറ്റയറാണ്. ഒരു ആക്ഷേപഹാസ്യത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ സാധാരണമാണ്. അത്തരം ഒരു പാട്ട് പോലും ഇറക്കുമ്പോൾ അതിന് കേസെടുക്കുക എന്ന് പറയുമ്പോൾ CPMൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ തയ്യാറല്ല എന്നതിൻ്റെ തെളിവാണിത്. യഥാർത്ഥ കാരണങ്ങൾ വേറെ നിൽക്കുകയാണ്. ഇത്രയും പാട്ടുകളും കാര്യങ്ങളൊക്കെ എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക്, പാർട്ടി പ്രവർത്തകർക്ക്, അത് ഏത് മുന്നണിയായാലും അവർക്കൊരു ഊർജ്ജം നൽകുന്നതിന്, അവർ ആവേശം നൽകുന്നതിനുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലും അത് രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് CPM ഇപ്പോഴും തെറ്റ് തിരുത്താനോ ജനവികാരം എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്.